മുതലപ്പുഴി വിഷയത്തിൽ സംസ്ഥാന സർക്കാർ തയ്യാറാക്കി നൽകുന്ന DPR പഠിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ. മുതലപ്പുഴി സന്ദർശിച്ച ശേഷം മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായും നാട്ടുകാരുമായും മന്ത്രി ചർച്ച നടത്തി. മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പരിശോധിക്കുമെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. മന്ത്രിയായ ശേഷം ഇതാദ്യമായാണ് ജോർജ് കുര്യൻ മുതലപ്പുഴയിലെത്തിയത്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും കേന്ദ്ര സംസ്ഥാന ഫിഷറീസ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും മന്ത്രിക്കൊപ്പം മുതലപ്പുഴയിലെ അപകട മേഖല സന്ദർശിച്ചു. തുടർന്ന് താഴമ്പള്ളിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിൽ വെച്ച് നടന്ന യോഗത്തിലും മന്ത്രി പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും പ്രതിനിധികൾ യോഗത്തിൽ തങ്ങളുടെ ആവശ്യങ്ങളും പരാതികളും പങ്കുവച്ചു. ഇത്ര പ്രശ്നം ഉണ്ടായില്ല, ഇത്ര അപകടങ്ങൾ നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്നത്. നൂറുകണക്കിന് അപകടങ്ങൾ ഉണ്ടാവുന്നത്. 173 ജീവൻ പൊലിഞ്ഞ്. ഇത് ആരാണ് സാർ ഇതിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടത്? അതിന് ഉത്തരവാദിത്തപ്പെട്ടെങ്കിൽ നമ്മൾ ആർക്കെത്താണ് ഞങ്ങൾ പറയേണ്ടത്? മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പരിശോധിക്കുമെന്ന് മന്ത്രി മറുപടി നൽകി. സംസ്ഥാന സർക്കാർ തയ്യാറാക്കി നൽകുന്ന DPR പഠിച്ച ശേഷം നടപടിയെടുക്കും. മുതലപ്പുഴ വിഷയത്തിൽ സംസ്ഥാനവും കേന്ദ്രവും സഹകരിച്ചാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ് മത്സ്യപ്രവർത്തകർ തന്നെ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്. അതാണ് ഞാൻ ഇടയ്ക്ക് ഒക്കെ ചിരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഒന്നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊന്ന് വരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ പഠിച്ചിട്ട് നമ്മൾ സ്ട്രക്ചറൽ ഡിസൈൻ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം ഉണ്ടാകും. അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ വിദഗ്ധ സമിതിയുടെ അഭിപ്രായം കൂടെ തേടിയിട്ട്, ഞാൻ പറഞ്ഞല്ലോ വിദഗ്ധ സമിതിയുടെ അഭിപ്രായം എന്തിനാണ്, ഉടൻ തന്നെ അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. അതിൻ്റെ സംസ്ഥാന സർക്കാർ പറഞ്ഞതനുസരിച്ച് ലാസ്റ്റ് സ്റ്റേജിലാണ്. അവർ 1-2 മാസം മാത്രമേ അത് തരാൻ വേണ്ടിയുള്ള സ്വയം പറയുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ അധികം താമസിക്കാതെ പണി തുടങ്ങാൻ സാധിക്കും എന്നാണ് നമ്മളൊരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥ തലത്തിലും സർക്കാർ തലത്തിലും തുടർ ചർച്ചകൾ നടക്കുമെന്ന് വ്യക്തമാക്കിയാണ് മന്ത്രി മടങ്ങിയത്. താൽക്കാലിക സംവിധാനങ്ങൾക്ക് പകരം ശാശ്വത പരിഹാരം കണ്ടെത്തുമെന്ന ഉറപ്പും ജോർജ് കുര്യൻ നൽകി. ജനം, തിരുവനന്തപുരം.